അപ്പം നമ്മൾ ഒന്നാമത്തെ യൂണിറ്റാണ് ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. എഴുത്ത് എന്ന് പറയുന്ന ബ്ലോക്ക് 1 വരുന്ന യൂണിറ്റ് 1 മലയാള ശൈലി കുട്ടികൃഷ്ണമാരാരുടെ കൃതിയാണെന്ന് നമ്മൾ കണ്ടു. അതിനകത്ത് ഭാഷാ പ്രയോഗത്തിൽ വരുന്ന വൈകൃതങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ അത് പ്രധാനമായിട്ടും 3 വൈകൃതങ്ങളാണെന്ന് നമ്മൾ പറഞ്ഞു. അതിനകത്തെ ആദ്യത്തെ 2 വൈകൃതങ്ങളെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞു കഴിഞ്ഞു. ആദ്യത്തെ വൈകൃതം പൗനരുക്തി ദോഷമായിരുന്നു. രണ്ടാമത്തെ ദോഷം വിവക്ഷിതത്തെ എളുപ്പത്തിൽ പറഞ്ഞു തീർക്കാതെ ഇങ്ങനെ അക്ഷരങ്ങളെ വാരി വലിച്ചെഴുതുന്ന രീതിയാണ്. ഇനി മൂന്നാമത്തെ ദോഷമായിട്ട് നമുക്ക് പറയാനുള്ളത് പൊതുവെ ഉപയോഗിച്ചു വരുന്ന ചില തെറ്റുകൾ. അങ്ങനെ ആ തെറ്റുകളിൽപ്പെട്ട ഒരു 3-4 ഉദാഹരണങ്ങളാണ് നമ്മൾ പറയാൻ പോകുന്നത്. നിങ്ങൾക്ക് പറഞ്ഞു കേൾക്കുമ്പോൾ ചിലപ്പോൾ കൺഫ്യൂസ്ഡ് ആയിട്ട് തോന്നും. പക്ഷേ ഞാനത് ഒരു ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു ട്രീ ഡയഗ്രാം പോലെ ഞാനത് സിംപ്ലിഫൈ ചെയ്തിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അത് വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കത് എളുപ്പത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ തോന്നുന്നു. അപ്പം നമുക്ക് ഇതിൻ്റെ ഉദാഹരണത്തിലോട്ട് പോവാം. പൊതുവെ ഉപയോഗിച്ചു വരുന്ന ചില തെറ്റുകൾ എങ്ങനെയാണ് നമ്മൾ അറിയാതെ നമ്മൾ പ്രയോഗത്തിൽ വരുത്തുന്ന ഭാഷാപരമായ തെറ്റുകൾ എന്താണെന്നാണ് പറയാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഒരു 4 ഉദാഹരണം ഉണ്ട്. അതിനകത്തായിട്ട് ആദ്യത്തിലേക്ക് കിടക്കുകയാണെങ്കിൽ നമ്മൾ ആവശ്യമില്ലാതെ ഒട്ടും തന്നെ എന്നൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന രീതിയുണ്ട്. യാതൊരാളും തന്നെ, ഒട്ടും തന്നെ എന്നൊക്കെ. അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. യാതൊരാളും ഇല്ലെങ്കിൽ ഒട്ടും, അത്രേ വേണ്ടൂ. ഈ തന്നെയുടെ പ്രയോഗം, അതുപോലെ ഒട്ടും എന്നുള്ളതിൻ്റെ പ്രയോഗം, അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് യാതൊരാളും ഇല്ലെങ്കിൽ ഒട്ടും എന്ന് പറഞ്ഞാൽ മതി. യാതൊരാളും തന്നെ, ഒട്ടും തന്നെ അങ്ങനെ പറയേണ്ട ആവശ്യമില്ല. അതുപോലെ രണ്ടാമതായിട്ട് വരുന്നൊരു ഉദാഹരണമാണ് ഉണ്ണുന്ന സമയം, ഉറങ്ങുന്ന സമയം. അതങ്ങനെ എന്തിനാ ഈ സമയം കൂട്ടി പറയേണ്ട ആവശ്യം? വളരെ സിമ്പിളായിട്ട് ഉണ്ണുമ്പോൾ അല്ലെങ്കിൽ ഉറങ്ങുമ്പോൾ എന്ന് പറയേണ്ട കാര്യമേ ഉള്ളൂ. അതേപോലെ തന്നെ മൂന്നാമതായിട്ട് പറയുന്നൊരു ഉദാഹരണമാണ് മലയാളത്തിൽ ലഘുപദങ്ങളെ ഒഴിവാക്കിയിട്ട് ഇംഗ്ലീഷ് തർജ്ജമ ഉപയോഗിക്കുന്നൊരു രീതിയുണ്ട്. അപ്പോൾ ഒരു ഉദാഹരണം പറയാനാണെങ്കിൽ ഇപ്പം യെസ്റ്റർഡേ എന്നുള്ളതിൻ്റെ നേരെ തർജ്ജമയായിട്ട് നമ്മൾ തലേ ദിവസം എന്ന് പറയും. നമുക്ക് അങ്ങനെ പറയേണ്ട ആവശ്യമില്ല മലയാളത്തിൽ. ഇംഗ്ലീഷിലെ തർജ്ജമകൾ പലപ്പോഴും മലയാളത്തിലോട്ട് ഡയറക്റ്റ് ഉപയോഗിക്കുമ്പോൾ വരുന്നൊരു തെറ്റാണ്. നമുക്ക് തലേ ദിവസം വേണ്ട, നമുക്ക് തലേന്ന് എന്ന് പറഞ്ഞാൽ മതി. അതുപോലെ യാതൊരാളും എന്ന് നമുക്ക് പറയുന്നൊരു ശീലമുണ്ട് ഇംഗ്ലീഷ് തർജ്ജമ. അതിൻ്റെ ആവശ്യമില്ല. യാതൊരാളും എന്നുള്ളതിന് പകരം ആരും എന്ന് പറഞ്ഞാൽ മതി. ഇനി 3 ഉദാഹരണങ്ങൾ കഴിഞ്ഞു. ഇനി 4മതായിട്ട് പറയാനുള്ളത് നമുക്ക് ആവശ്യമില്ലാതെ, ഇപ്പോൾ പ്രത്യേകിച്ച് അത് പ്രസംഗ ഭാഷയിലേക്കാണ് കേട്ടിട്ടുള്ളത്, എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല എന്ന് ഈ വാക്യങ്ങളുടെ അവസാനത്തിൽ കൂട്ടിച്ചേർക്കലുണ്ട്. ഒരു ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. കുമാരനാശാൻ്റെ മരണം മലയാള ഭാഷയ്ക്ക് വലിയ നഷ്ടമാണ് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അപ്പം നമുക്ക് കേൾക്കുമ്പോഴേ ഒരു അഭംഗി തോന്നും അല്ലേ? എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. എന്തിനാ ആ ഒരു പ്രയോഗത്തിൻ്റെ ആവശ്യം? നമുക്ക് വളരെ ലളിതമായിട്ട് കുമാരനാശാൻ്റെ മരണം മലയാള ഭാഷയ്ക്ക് വലിയ നഷ്ടമാണ് എന്ന് പറഞ്ഞാൽ അവിടെ കാര്യം കഴിഞ്ഞു. പിന്നെ അതിനൊരു വാലുണ്ടാക്കേണ്ട ആവശ്യമില്ലല്ലോ. എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല എന്നുള്ളത്. ഇങ്ങനെ ചില ഉദാഹരണങ്ങളൊക്കെയാണ് നമ്മൾ പൊതുവെ ഭാഷയിൽ വരുന്ന തെറ്റായിട്ട് പറയുന്നത്. അപ്പം ആദ്യം പറഞ്ഞ ഉദാഹരണം ഒട്ടും അല്ലെങ്കിൽ തന്നെ എന്നുള്ളത് അനാവശ്യമായിട്ട് ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. രണ്ടാമത് പറഞ്ഞ ഉദാഹരണം ഉണ്ണുന്ന സമയം, ഉറങ്ങുന്ന സമയം എന്നിങ്ങനെ ആവശ്യമില്ലാത്തടത്ത് ഒരു സമയത്തിൻ്റെ പ്രയോഗം കൊണ്ടുവരൽ. മൂന്നാമത്തെ ഉദാഹരണം പറഞ്ഞത് ഇംഗ്ലീഷ് തർജ്ജമകളെ മലയാളത്തിലാക്കുമ്പോൾ വരുന്ന പ്രശ്നം. യെസ്റ്റർഡേക്ക് പകരം തലേ ദിവസം എന്നുള്ളതിനേക്കാൾ നല്ല പ്രയോഗം തലേന്ന് എന്നുള്ളതാണ്. അതുപോലെ 4മതായിട്ട് പറഞ്ഞ ഉദാഹരണം കുമാരനാശാൻ്റെ മരണം മലയാള ഭാഷയ്ക്ക് വലിയ നഷ്ടമാണ് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അതൊരു ഉദാഹരണം മാത്രം കേട്ടോ. അപ്പോൾ ആവശ്യമില്ലാത്തടത്തൊക്കെ എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല എന്നൊരു പറച്ചിലുണ്ട്. അത് വളരെ അനാവശ്യമായിട്ടുള്ള പറച്ചിലാന്ന് പറയുന്നു. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു അധ്യായത്തിനകത്തോട്ട് വരുന്നത്. ഈ അധ്യായം നിങ്ങൾക്കിപ്പോൾ തന്നെ വായിച്ചു നോക്കുമ്പോൾ വളരെ കോംപ്ലിക്കേഷൻ ഉള്ളതായിട്ട് തോന്നും. അപ്പം ഇതിനിങ്ങനെ ഒരു 3 ടൈറ്റിലിൻ്റെ അണ്ടറിൽ കൊണ്ടുവന്ന് അതിന് കുറച്ച് ഉദാഹരണങ്ങളും കൊടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ സിമ്പിളാണ്. അപ്പം ഞാൻ പറയണതിനകത്ത് നിങ്ങൾക്ക് സംശയങ്ങൾ തോന്നിയാലും നിങ്ങൾ ആ ഡിസ്ക്രിപ്ഷനിലുള്ള എഴുതിയ കാര്യങ്ങളൊന്ന് നോക്കുക. അപ്പം നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവും. അപ്പം ഇത്രയും ഇതിനകത്ത് പറയുന്നുള്ളൂ.
ഭാഷാപ്രയോഗത്തിൽ 3 വൈകൃതങ്ങൾ വരുന്നുണ്ട്. ഒന്ന് പൗനരുക്തദോഷം, ഒന്ന് വിവക്ഷിതത്തെ എളുപ്പത്തിൽ പറഞ്ഞു തീർക്കാനായിട്ട് അക്ഷരങ്ങളെ വാരി വലിച്ചെഴുതുക, മൂന്നാമതായിട്ട് പൊതുവിൽ വന്നിരിക്കുന്ന കുറേ തെറ്റുകൾ. അപ്പം ഇത്രയാണ് ഇതിന് ഈ ഒരു അധ്യായത്തിൽ വരുന്നത് കേട്ടോ.